ആദ്യത്തെ ന്യൂസ് ആംഗിളിൽ എന്താ വാർത്ത എന്ന് ചോദിച്ചാൽ, തുടർ വിവാദങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ചേർത്ത് പിടിക്കുമ്പോഴും CPIയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തുറന്ന പോര് മുറുകുകയാണ്. ഇരു കൂട്ടരും നേർക്കുനേർ പടവെട്ടുന്നതിനാണ് ഇന്നലെ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ തർക്കം LDFനെ എങ്ങനെ ബാധിക്കും? അതോ തർക്കം തീർക്കാൻ CPIM നേരിട്ട് രംഗത്തിറങ്ങുമോ? ഇന്നത്തെ വാക്പോരിനെ പറ്റിയുള്ള വിശകലനങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നു. പ്രസാദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി, ഹാപ്പി ന്യൂ ഇയർ. അപ്പോ നമ്മള് ന്യൂസ് ആംഗിൾ ഇന്ന് ഐശ്വര്യമായിട്ട് ജനുവരി 1 തുടങ്ങുകയാണ്. ആദ്യത്തെ ന്യൂസ് ആംഗിളാണ്. അപ്പൊ ആദ്യത്തെ വിഷയം തന്നെ വെള്ളാപ്പള്ളി നടേശനും ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വിധി വന്നതിന് ശേഷം ഇടതുമുന്നണിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഉയർന്നതായിരുന്നു. കാരണം ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിയതും അതിനു മുൻപ് തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ മലപ്പുറം വിരുദ്ധ പരാമർശവും ഇതൊക്കെയും തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ ഇടതുമുന്നണിക്കില്ലെങ്കിലും CPIക്കുണ്ടായിരുന്നു. പക്ഷേ CPM അത് അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടിരുന്നില്ല എന്ന കാര്യം പലവട്ടം ഈ പാർട്ടി സെക്രട്ടറി അടക്കം വിലയിരുത്തുകയും മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ വിവാദം ഏറെക്കുറെയൊക്കെ കെട്ടടങ്ങിയെന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ അസാധാരണമായ രീതിയിൽ CPIയുടെയും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വാക്പോര് കണ്ടത്. അപ്പോൾ പ്രസാദ്, ഈ വാക്പോര് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കണമെങ്കിൽ ഇടതുമുന്നണി ഒന്നായി ഒറ്റക്കെട്ടായി അടിത്തട്ടിലെ പ്രവർത്തിച്ച് തുടങ്ങണം. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. അതിനെ മറികടക്കണമെങ്കിൽ യോജിച്ചൊരു പ്രവർത്തനം അനിവാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അത് ഇടതുമുന്നണിയെ എങ്ങനെയൊക്കെ ആകും ബാധിക്കാൻ പോവുക പ്രസാദ്? സേതുലക്ഷ്മി, അത് വലിയ തോതിൽ പ്രശ്നങ്ങളാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യത്തെ ഒരു വിലയിരുത്തലിലേക്ക് വരുമ്പോൾ പറയാൻ കഴിയുക. കാരണം ഇപ്പോൾ CPI മാത്രമല്ല വെള്ളാപ്പള്ളി നടേശന്റെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ തോതിൽ ബാധിച്ചത് എന്നുള്ള അഭിപ്രായത്തിലേക്ക് വന്നിട്ടുള്ളത്. LDFലെ തന്നെ മറ്റ് പാർട്ടികൾ, ഇപ്പോൾ INL, RJD അങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ അത്തരത്തിലൊരു അഭിപ്രായമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ പറയുന്നത്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾക്ക് LDFോ അല്ലെങ്കിൽ അതിൽ CPMോ CPIയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ തിരുത്താൻ സാധാരണഗതിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഏത് നേതാവായാലും അതിനെ അംഗീകരിക്കാതെ അതിനോട് കൃത്യമായ മറുപടി പറയുന്ന മുന്നണിയാണ് LDF എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ തർക്കത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. ഉണ്ടായില്ല എന്നത് മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടു പോയ സമയത്ത് തന്നെ അത് പിന്നെ വിവാദമായി മാറുകയും ചെയ്തു. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത് വഴിയിൽ കണ്ട സമയത്ത് ഒരേ പ്രായമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ വാഹനത്തിൽ കയറ്റിയതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. അതേ ന്യായീകരണം തന്നെയാണ് CPMലെ മറ്റു മുതിർന്ന നേതാക്കളും പറയുന്നത്. CPMനകത്ത് തന്നെ ഇതിനകത്ത് വിയോജിപ്പുണ്ട്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി നടേശനും ബിനോയ് വിശ്വവും ഇന്നലെ വലിയ തോതിലുള്ള വാക്കുപോലിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, CPIയെ LDFലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ CPIയെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ചതിയൻ ചന്തു എന്ന വിശേഷണമാണ് നടത്തിയത്. സ്വാഭാവികമായും CPIക്ക് അതിനകത്ത് പ്രതികരിച്ചേ പറ്റൂ. അപ്പോഴാണ് ബിനോയ് വിശ്വം പറയുന്നത് ആ തൊപ്പി CPIക്ക് അല്ല ചേരുക, അത് വെള്ളാപ്പള്ളി നടേശനാണ് ചേരുക, അത് 1000 വട്ടവും വെള്ളാപ്പള്ളി നടേശന് ആ തൊപ്പി ചേരും എന്നുള്ളതാണ്. സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പ്രതിസന്ധിയിലാക്കുന്നത് LDFനെയാണ്. ആ LDFനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ അകന്നു പോകുന്നതിന് ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ വരുന്ന ഒരു മുന്നണിയല്ല LDF എന്ന് പറയുന്നത്. പക്ഷേ അവർ അത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വളരെ കുറഞ്ഞ വിഭാഗമെങ്കിലും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ സമസ്ത AP വിഭാഗം, അത് കാന്തപുരം വിഭാഗം, അവർ സാധാരണഗതിയിൽ LDFനോടൊരു മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ അവിടുന്ന് പോലും അതിനകത്തൊരു വലിയ തോതിലൊരു അതൃപ്തി ഇപ്പോൾ അവരുടെ സംസ്ഥയുടെ പല നേതാക്കന്മാരും പരസ്യമായി തന്നെ പറയുന്നുണ്ട്. സിറാജ് പത്രത്തിൽ, അവരുടെ മുഖപത്രത്തിൽ ഇതിന് വിമർശനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ സമൂഹത്തിൽ തന്നെ വിവിധ സംഘടനകൾക്ക് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പരാമർശത്തിനോട് വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം നിരന്തരം VD സതീശനോ അല്ലെങ്കിൽ മുന്നണിയോ ഇത്തരം നിരന്തരം പറയുന്നത് അവർക്ക് വളരെ ഗുണകരമാണ്. CPM അതിനെ ന്യായീകരിക്കും
സ്വീകരിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമായുള്ളൊരു നേട്ടം UDF-ലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം ആവർത്തിക്കുന്നു, അതിനെ തിരുത്താൻ ഒരു ഇടപെടൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ അത് സ്വാഭാവികമായും ക്ഷീണം ചെയ്യുക അത് LDF-നാണ്, CPM-നാണ്, അത് ആ മുന്നണിക്കാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പരാമർശങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയിലേക്ക് വരും. ഇന്നലെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രതിസന്ധിയിലാകുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലബാറിൽ, മലപ്പുറത്തും വയനാട്ടിലും ഒന്നും അദ്ദേഹത്തിന് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം വലിയ ചർച്ചയൊക്കെ ആയി മാറുകയും ചെയ്തിരുന്നു. കാരണം പറയുന്നത് ഇവിടെ ഒരു പാർട്ടി മാത്രമല്ല ഇവിടെ ഭരിച്ചിട്ടുള്ളത്, ഒരു മുന്നണി മാത്രമല്ല, തിരിച്ച് LDF ഒക്കെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ കോളേജ് കിട്ടിയില്ല, സ്കൂൾ കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്തം ഒരു മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് മാത്രം ചുരുക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം അത് പൂർണ്ണമായും തെറ്റാണ് എന്നത് സമൂഹത്തിന് കൂടി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സത്യത്തിൽ പ്രതിരോധത്തിലാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ നിരന്തരം വർഗീയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും LDF-ന് അത് ഗുണം ചെയ്യില്ല. അത് സ്വാഭാവികമായും CPM-ന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിൽ തിരുത്തിക്കാനെങ്കിലും അറിയേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ CPM നേരിട്ട് ഇടപെടുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വാർത്തയിൽ വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.